ഹലോ, ഇന്ന് നമ്മളൊരു ബട്ടർഫ്ലൈ ഹെയർ ക്ലിപ്പാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്വയറിലെയും സർക്കിളിലെയും തുണി എടുത്തിട്ടുണ്ട്. സ്ക്വയറിലെ 2 പീസുണ്ട്, സർക്കിളിലെ 2 പീസുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അളവുകളെല്ലാം ഒരേ അളവാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത്രയൊന്നും വേണമെന്നില്ല, ചെറിയ കുട്ടികളാണെങ്കിൽ ചെറുത് മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കിയെടുക്കുക. അതായത് നമ്മുടെ നല്ല വശം വരുന്നത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റൗണ്ട് ഷേപ്പിലെ ഈ ക്ലോത്തും ഇതുപോലെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കുകയല്ല, തിരിച്ചു വെക്കുക. അതിനുശേഷം ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. കുറച്ചൊരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഇതിൻ്റെ നല്ല വശം എടുക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം, അതായത് നല്ല വശം നമുക്ക് ഇതുപോലെ പുറത്തേക്കാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാതിരുന്ന ആ ഒരു ഭാഗത്തെ ഇവിടെ ഒന്ന് നമുക്ക് പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സൂചി നൂലെടുത്തിട്ടൊന്ന് പതുക്കെ തുന്നി കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണേ 2. ഇനി സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു 2 ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മടക്കാം. 2ഉം ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം കണ്ടില്ലേ, ആ മടക്ക് വന്നത്, ആ നീളത്തിൽ ഇങ്ങനെ മടക്ക് വന്ന ഭാഗം നമുക്കിതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ആ നടുവിൽ കൂടി ഒന്ന് തുന്നാം. അപ്പോൾ സൂചി കൊണ്ട് ഇതുപോലെ തുന്നി 2 ഭാഗം ആ ഒരു സർക്കിളിൻ്റെ 3/4 ഭാഗത്തോളം തുന്നിയെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ സ്ക്വയറും വെച്ച് തുന്നിയെടുക്കാം കേട്ടോ. അങ്ങനെ തുന്നിയെടുത്ത ശേഷം ആ നൂല് നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഉണ്ടോ, ഇപ്പോൾ തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വന്നില്ലേ. ഇനി നല്ലോണം വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യാം, നമുക്കിതിനെ അവിടെ തന്നെയായിട്ട് അങ്ങനെ ചുറ്റി 3-4 തവണ നല്ലോണം ചുറ്റിക്കൊടുത്ത് കെട്ടിടാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു പീസ് എടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു പീസാണ്. കണ്ടില്ലേ, ഇതിനെ ഇതുപോലെ നടുവിലേക്കാക്കി മടക്കി അതിനെ പിന്നെ മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് അതിനെ വെച്ച് കൊടുക്കാം. ഗ്ലൂ വെച്ച് ഒട്ടിക്കാം കേട്ടോ ചെയ്യുന്നത്. വേണമെങ്കിൽ തുന്നണമെങ്കിൽ തുന്നുകയും ചെയ്യാം. അപ്പോൾ ഞാനൊരു ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഹെയർ ക്ലിപ്പോ അലിഗേറ്റർ ക്ലിപ്പോ എന്താണെന്ന് വെച്ചാൽ വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് റെഡിയായി. ക്ലിപ്പിന് പകരം ഞാൻ ബാൻഡ് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ക്ലിപ്പ് വയ്ക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.